നല്ല അസല് പരവ മീനാണിത് അല്ലേ? നല്ല അസൽ ഏരിമീനാണിത്. ഇതിപ്പോൾ നമ്മൾ എടുക്കുന്ന എന്തിനാണെന്നറിയോ? ഇത് കറി വയ്ക്കുന്നതല്ല നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇത് കഴുകുന്ന വെള്ളം നമ്മളിന്ന് കളയുന്നില്ല. ഇതുകൊണ്ട് നമ്മളൊരു അടിപൊളി സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അടിപൊളി സാധനം ഉണ്ടാക്കാൻ പോവല്ല, അടിപൊളി സാധനത്തിൽ ഒഴിക്കാൻ പോവാ. അതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് കേട്ടോ. ഉണ്ടാക്കണ ചിന്ത എപ്പോഴും വരണേ ചിന്തയാണല്ലോ. അതെ 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 അതെ. അപ്പം ഇത് കഴുകിയ വെള്ളം നമുക്ക് എന്നിട്ട് സ്റ്റോർ ചെയ്ത് വെച്ച് നമ്മൾ ഒഴിക്കണൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ തേയിലച്ചണ്ടി ഒഴിക്കണത് അത് നമുക്ക് കാണിക്കാം. കഴുകിയെടുക്കാം. കഴുകിക്കൊണ്ട് വരാം ഞാൻ, എന്നിട്ട് കാണിക്കാം. 3 തലയുണ്ട്. മീൻ ആദ്യം കഴുകുന്ന വെള്ളമാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഉപ്പിടാതെ കഴുകുന്ന വെള്ളം. പിന്നെ ഉളമ്പ് പോവാൻ കല്ലുപ്പിട്ട് കഴുകും നമ്മൾ. അതിന് ശേഷം അതെടുക്കാൻ പറ്റൂല്ലോ, ഇതൊന്നും ഒഴിക്കാൻ പറ്റൂല്ലോ. കഴുകി നല്ല വെളുവിളാന്ന് വെളുത്ത് വരുന്നത് കണ്ടോ? എന്ത് രസം നോക്കിയാൽ കാണാൻ തന്നെ. അടിപൊളി. ഇങ്ങനെ കൂടി കിടക്കണോണ്ട് പാമ്പൊക്കെ ഉണ്ടാവും. ഒരു അരണച്ചേട്ടനൊക്കെ ഉണ്ടോ? അരണ ഇങ്ങനെ ചത്ത പോലെ കിടക്കുവാണല്ലോ. അതിനൊരു പേടിയില്ല, ആൾക്കാർ ഒന്നും പോകില്ല. അരണയ്ക്ക് ഒരു പേടിയില്ല കേട്ടോ, തലപൊക്കി നോക്കണ്ട്. അതുപോലെ അവരെ സൂക്ഷിച്ചോളം പൊക്കത്ത് കയറിക്കഴിഞ്ഞാൽ ഊണ് കയറി കഴിയുമ്പോൾ നമ്മൾ ഈ ഒരപ്പര സമയം ഷീറ്റ് ഇട്ടിട്ടില്ലേ, അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും ഒരു അരണയുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ചിലപ്പോൾ വാല് കാണുമ്പോൾ പാമ്പാന്ന് നോക്കും. എന്നിട്ട് വേഗം ഇങ്ങനെ നമ്മളിനി എവിടേക്കാ പോകാൻ പോണേന്നറിയോ? നമ്മളിനി കുറച്ചു നേരം മുമ്പ് നമ്മൾ മീൻ വെട്ടിയില്ലേ, ആ മീൻ വെട്ടിയിട്ട് വെച്ചിരിക്കുന്ന വെള്ളമാണിത് കേട്ടോ. കണ്ടാ മീൻ വെള്ളം. അപ്പം നമ്മളിവിടെ കിടക്കുന്ന ഈ പ്ലാവില എടുത്തു. കണ്ടാ, ഇത് നല്ല വശം, ഇത് ചീത്ത വശം. ഏത് വശം എടുത്തു കഴിഞ്ഞാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, പ്ലാവില ഇഷ്ടംപോലെ ഉണ്ട്. അതിന് ഇതിട്ട് ഇങ്ങനെ നന്നായിട്ട് അങ്ങ് ഇളക്കുക. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും പശുവിന് കൊടുക്കാനുള്ള കാടിവെള്ളമാണോ എന്ന് വിചാരിക്കും. പക്ഷേ അല്ല, ഇത് മീൻ വെട്ടിയ വെള്ളമാണ്. അയ്യോ, ഈ ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധയ്ക്ക് ഈ വെള്ളം പുറത്തേക്ക് പോകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കി. ഈ പ്ലാവിലയും കയ്യിലിരുന്നോട്ടെ, കാരണം ഇത് നമ്മൾ എടുത്തുകൊണ്ട് പോയി അവിടെ എത്തുമ്പോഴേക്കും മിക്കവാറും ഇത് വീണ്ടും അടിഞ്ഞുകൂടും. അപ്പോൾ നമുക്കിതെടുത്ത് നമ്മുടെ ചെടിത്തോട്ടത്തിലേക്ക് പോകാം. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോണത് കേട്ടോ. ഇങ്ങനെ കുറേ നേരം വെള്ളമൊന്നും ഇങ്ങനെ വെച്ചേക്കാൻ പാടില്ല, കൊതുക് മുട്ടയിടും. അതുകൊണ്ട് മീൻ വെട്ടിയ ഉടനെ തന്നെ ആ വെള്ളം എടുത്ത് ഇതുപോലെ ഇളക്കുക. ഇളക്കിയതിന് ശേഷം വീട്ടിൽ പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ, പച്ചക്കറി തൈകൾ നട്ടിട്ടുണ്ടെങ്കിൽ അതിന് കൊണ്ടേ ഒഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഇത്രയും നല്ല വളം വേറെയില്ല. സൂപ്പറാ. ഏറ്റവും നല്ലത് മുന്തിരിക്കാണെന്നാണ് കേട്ടേക്കണേ. ഞാൻ പരീക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് കണ്ടോ, ഈ മുന്തിരി നട്ടിട്ട് ഞാൻ വളമേ ചെയ്തിട്ടില്ല. ആകെ ഞാൻ ഒഴിച്ചിരിക്കുന്നത് ഈ മീൻ വെട്ടിയ വെള്ളം തന്നെയാണ്. അപ്പോഴാണ് നല്ല കരുത്തോടു കൂടി തളിരിലകൾ പുഷ്ടിച്ച് വന്നത്. അതിന് ശേഷമാണ് കേട്ടോ. കണ്ട എന്ത് പുഷ്ടിമയാ നോക്കിയേ, അടിപൊളി. ഇന്ന് നമ്മൾ ഒഴിക്കാൻ പോകുന്നത് നമ്മുടെ പടവലം തൈകൾക്ക് ഒഴിക്കാം. എപ്പടി ഇനി ഇവനങ്ങ് പുഷ്ടിച്ച് വലുതാവണം, നമുക്ക് നോക്കാന്നേ. കുറച്ച് വഴുതനൊക്കെ ഇരിക്കട്ടെ. ഇതൊക്കെ പടവലാണ് കേട്ടോ. കണ്ടോ, മീൻ വെട്ടിയ വെള്ളം തീർന്നു പോയി. അല്ലെങ്കിൽ ആർക്കും വേണ്ട ഈ മീൻ വെട്ടിയ വെള്ളം. ഇപ്പോൾ ദേ മീൻ വെട്ടിയ വെള്ളം കിട്ടാനില്ല ഇപ്പോൾ. അതുപോലത്തെ അവസ്ഥയെ ദേ അവിടെയുള്ള ചെടികൾക്കൊക്കെ ഒഴിക്കാനുണ്ടായിരുന്നതാ, ഇതൊന്നും ഒഴിക്കാൻ പറ്റിയില്ല കേട്ടോ. ഇനി അടുത്ത ട്രിപ്പ് മീൻ വെട്ടുമ്പോൾ നമുക്ക് ഒഴിക്കാം. കണ്ട ചട്ടി കാലിയായി. ഇനി കൊതുകിന് വളരാൻ പറ്റില്ല.
നമുക്ക് തിരിച്ച് റിട്ടേൺ അടിക്കാം. ഓക്കെ.